നമ്മുടെയൊക്കെ വാനമ്പാടി എന്ന് പറയുന്ന ചിത്ര ഈയിടെ സ്റ്റാർ സിംഗറിൻ്റെ 10ാമത്തെ പ്രോഗ്രാമുണ്ട് ശരി. അതിൽ ദിലീപ് വന്നിരുന്നു. നിങ്ങളതൊക്കെ കണ്ടു കാണുമല്ലോ. അവിടെ ദിലീപ് തൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് പറഞ്ഞു. സിനിമയെ പറഞ്ഞ കൂട്ടത്തിൽ ദിലീപിൻ്റെ 2ാമത്തെ മകൾ മഹാലക്ഷ്മി വളരെ കൊച്ചിയിലെ തന്നെ ചിത്രയുടെ പാട്ടുകൾ പാടി അതിൻ്റെ കാസറ്റ് അയച്ചെടുത്ത കാര്യം പറഞ്ഞിരുന്നു. ഇതെല്ലാം കേട്ട് ആകെ ത്രില്ലടിച്ചിരിക്കുന്ന ചിത്രം അതെല്ലാം ഓർക്കുന്നു. ചിത്ര പാടിയ മുഴുവൻ പാട്ടുകളും ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു. അതും പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ദിലീപിനെ ഇഷ്ടമാണെന്നും ദിലീപിൻ്റെ സിനിമകൾ ഇഷ്ടമാണെന്നും ചിത്ര പറഞ്ഞു. അതിനെതിരെയാണ് ഇത്രമാത്രം മോശമായ രീതിയിലാണ് പറയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു ഞാനിനി സ്റ്റാർ സിംഗർ കാണുന്നേയില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. അതാരെങ്കിലും കൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താലും മതി. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം. സ്ക്രീനിന് മുന്നിൽ ആരഭിനയിക്കുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്, അതിലെന്ത് ചെയ്തിരിക്കുന്നു. ഒരാളുടെ അല്ല സിനിമ. ആ സിനിമയ്ക്കൊരു നിർമ്മാതാവുണ്ട്, സംവിധായകനുണ്ട്. അതിന് ഒരു കൂട്ടം, അതായത് കഠിനാധ്വാനം ചെയ്ത കുറേ മനുഷ്യരുണ്ട്. ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരുടെ സിനിമയാണ്. അതിലൊരാൾ മാത്രമാണ് ദിലീപായാലും മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും അങ്ങനെ ആരായാലും ഓരോരുത്തരും ആ പടത്തിൽ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സിനിമ പൊളിഞ്ഞു പോയാലോ ദുഃഖവും കണ്ണീരും ആത്മഹത്യ വരെ എത്തുന്നതൊക്കെ ഒരു നിർമ്മാതാവ് തന്നെയാണ്.